ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. മോനിക്കുട്ടന്റെ ഒരു മോള് വന്നു, അക്സ കേട്ടോ. അക്സയും അക്സയുടെ ചേച്ചിയും അമ്മയും കൂടെ വന്നു. അപ്പൊ മാമിക്ക് കൊണ്ട് തന്നതാ കേക്കും ലഡു. പറ കാര്യം പറ. കുഞ്ഞിന് കൊടുക്കണേ. അക്സ കുട്ടിക്ക് താങ്ക്സ് പറയണം. കുഞ്ഞു അപ്പാമ്മയും കൊണ്ട് ആശുപത്രി പോയോ? കുഞ്ഞോ കുഞ്ഞോ ഒട്ടിച്ചോ? അതിനെന്തോ അത് ചവിട്ടി താഴെ ഇടുന്ന എന്തിനാ? ഓ, സ്കൂളിലെ കാര്യം. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു മഴയാണ്, അതിന്റെ മേളമൊക്കെ ഇരിക്കുന്നത് കേട്ടോ. കഥകളൊക്കെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് കിട്ടിയില്ല. ഇത് മുട്ടയാട്ടോ, സ്ഥിരം കഴിക്കുന്ന കൊണ്ടുവന്നു. കുട്ടിയൊന്നു കയറി, അവർക്ക് മുട്ട വേണമായിരുന്നു. ഭാഗ്യത്തിന് ഇന്ന് മുട്ട പൊട്ടിയില്ല കേട്ടോ. മാമിക്കും വേണമായിരുന്നു. അപ്പൊ ഒന്നിച്ചാ കൊണ്ടുവന്നത്. ഇത് 10 വേറെ സെപ്പറേറ്റ് കൊണ്ടുവന്നു, ബാക്കിയുള്ളത് ഒന്നിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചത് മൊത്തം പൊട്ടി തകർന്ന് കാണുമെന്ന്. കാരണം മഴ കാരണം റോഡൊന്നും കാണത്തില്ല. ഉള്ള കുഴിയും കൊണ്ടും എല്ലാം ചാടി. ഞാൻ വിചാരിച്ചു മുട്ടയെല്ലാം പൊട്ടി. ഒരെണ്ണം ഇച്ചിരി തോട് പൊട്ടിയതേ ഉള്ളായിരുന്നു, കുഴപ്പമില്ല. പിന്നെ നാളെ 1-ാം തീയതി രാവിലെ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു സമാധാനമാണ്. ഇച്ചിരി അരി അരച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അമ്മയോട് രാവിലെ ഇച്ചിരി അരി വെള്ളത്തിലിട്ടിട്ട് പോകണമെന്ന് ഓർത്തു, മറന്നങ്ങ് പോയി. പിന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞു. അമ്മ പിന്നെ അതിനെ അരച്ചു വെച്ചു. അരി ഉഴുന്നൂടെ അരച്ചു വെച്ചു ദോശ ഉണ്ടാക്കാം. പിന്നെ ഇന്ന് അടുക്കളയിലെ പണികൾ. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള വൈകിട്ട് ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളുടെ കണ്ടു. ലത എന്നാണ് പേര് കേട്ടോ. ഹോമിലുള്ളതാണ്, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ഇനി കേക്കിന്റെ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ പറയാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി കൂടി വന്ന് ഒത്തിരി സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോയി കേട്ടോ. പിന്നെ ആരെയാണ് കണ്ടത്? പിന്നെ ഒരു കുഞ്ഞാവ് വന്നു. ഒരു മോളുടെ പേര് ഞാൻ പറയാം, ശ്രീലക്ഷ്മി കേട്ടോ. ശ്രീലക്ഷ്മി കുട്ടി വന്നു, ഡോക്ടറെ കാണാൻ വന്നതാണ്. അപ്പൊ എന്തിനൊക്കെ വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയി. പ്രമാണത്തോടെയാണ്. അങ്ങനെ അവരെ രണ്ടുപേരെയും കാണാൻ പറ്റി. പിന്നെ മഴയായിരുന്നു കേട്ടോ, വൈകിട്ടൊക്കെ മഴയായിരുന്നു. പിന്നെന്താണ്, അടുക്കളയിലൊന്നും വലിയ പണികളൊന്നുമില്ല. ചോറും മീൻകറിയും അതൊക്കെ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ഒരു കുഞ്ഞു മെഴുക്കൊക്കെ എല്ലാം വെക്കണം, നോക്കട്ടെ. മോനിക്കൊട്ടും ചോറ് വേണമെങ്കിൽ വെക്കുന്നുള്ളൂ, അല്ല വെക്കുന്നില്ല കേട്ടോ. അമ്മ കഞ്ഞി വെച്ച് കുടിച്ചു. അതുകൊണ്ട് അതാ വന്ന് പറഞ്ഞത്, അമ്മ കഞ്ഞി കുടിച്ചതുകൊണ്ട് എന്തെങ്കിലും ചോറ് വേണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പൊ നോക്കട്ടെ. പിന്നെ ഇപ്പോഴും മഴ പെയ്യുക. അപ്പൊ ഒന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. ഇന്നലെ വൈകുന്നേരം തൊട്ട് കുറച്ച് വയ്യാഴികളൊക്കെ ശരീരത്തിന് തോന്നും കേട്ടോ. എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്യാഴിക, ദേഹത്ത് വേദനയും വല്ലാത്ത അസ്വസ്ഥതകളും. അപ്പൊ അതെന്താണെന്നുള്ളത് അറിയത്തില്ല. വന്ന് ഒരു ദിവസം ഫുള്ള് വേദനയായിരിക്കും, പിന്നെ അതങ്ങ് കുറയും. ആ സമയത്തൊക്കെ പുതിയതല്ല, നമ്മുടെ അല്ല, വേറൊരു ആന്റി എന്നെ വെട്ടും. ആന്റിയുടെ സഞ്ചി കൊണ്ട് കൊടുത്തില്ലെങ്കിൽ. അതെന്താ അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. മൂത്തിനെ കൊണ്ടുവിടാൻ പോയ ആ സമയത്ത് കുറച്ച് ദിവസം ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുവിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ ദേഹം എല്ലാം വേദന, നടുവിന് വേദന, അങ്ങനെയൊക്കെ തോന്നി കേട്ടോ. അതും കഴിഞ്ഞ് ഇപ്പൊ ഇന്നലെ വൈകുന്നേരം പോയിട്ട് നടുവിനും പുറത്തൊക്കെ വേദന, എന്തൊക്കെയോ വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പൊ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നോക്കാം.
രാവിലെയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഒന്നും ഇല്ല, എന്താ പറയുന്നത്, നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുമായിരുന്നു അവിടുന്ന്. അപ്പോൾ ഗുളികയൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഇച്ചിരി ആശ്വാസം ഉണ്ട്. എന്നാലും അതുകൊണ്ട് ഇന്ന് വീഡിയോ, ഇന്ന് 4 മണിക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ്, അതുപോലും അപ്ലോഡ് ചെയ്തില്ല കേട്ടോ. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അത് നിൽക്കുകയാണെന്നുണ്ട് പിന്നെ എനിക്ക് തണുക്കും. അപ്പോൾ പിന്നെ വെള്ളം ചൂടാക്കി കുളിക്കേണ്ടി വരും. ഇപ്പോഴാണ് ഉഷ്ണം കൊണ്ട് കൂടിപ്പോയി, നമുക്ക് കുളിക്കാം. കുളിച്ചിട്ട് കേട്ടോ. ഇല്ല, അപ്പൊ വന്നോ? ഞാൻ കണ്ടില്ല. എന്തോ എഴുതുന്നേ? എഴുന്നേറ്റിരുന്ന് എഴുത്. അതാര് പറഞ്ഞു? കാല് നീളം കൂടുന്നവർ ഇരുന്ന് എഴുതത്തില്ലയോ? അത് പുതിയ പ്രക്രിയ കേട്ടോ. എന്തോ എഴുതുന്നേ? എന്തോ എഴുതുന്നേ? അതെന്തുവാന്ന് പറ. അതെവിടുന്ന? സ്കൂളിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നേന്ന്? ട്യൂഷന്റെ അവിടെ എന്തോ എഴുതുന്നേ? നമുക്കൊരു കുഞ്ഞു മെഴുക്കുവരട്ടി വെക്കാം. ഉരുളക്കിഴങ്ങും ഒരു 4-5 ബീൻസ് ഉണ്ട്, അതും കൂടെ ചുമ്മാ ഒരു മെഴുക്കുവരട്ടി വെക്കാം. മീൻകറി മാത്രം കൂട്ടി ചോറുണ്ണാൻ എന്തോ ഒരു മടിയാട്ടോ. എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുവരട്ടിയോ അങ്ങനെ കഴിച്ച് ശീലിച്ചുകൊണ്ടായിരിക്കും. ഇന്നലെ അവിയലുണ്ടായിരുന്നു, ഇന്ന് അവിയലൊന്നും ഇല്ല. അപ്പോൾ മോനിക്കുട്ടന് മെഴുക്കുവരട്ടി വെക്കുവാണ്, ചോറ് വേണം. മെഴുക്കുവരട്ടി വെച്ചേക്കാം. പിന്നെ നാളെ ചിങ്ങമാസം 1-ാം തീയതിയാണ്. സെറ്റ് സാരിയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ബ്ലൗസ് തയ്ച്ചത് ഇരിപ്പുണ്ട്. സുജയ്ക്ക് തയ്ച്ചാണ് കേട്ടോ, ഹുക്ക് വെച്ചില്ല, അത് റെഡിയാക്കി വെക്കണം. വേറെ സെറ്റ് സാരിയും അതിന് പറ്റിയ ബ്ലൗസും ഇല്ലാഞ്ഞല്ല, ഇത് ഉടുക്കണമെന്ന് ഭയങ്കര ഈ ബ്ലൗസ് ഇട്ട് വേറെ ഒരു സെറ്റ് സാരി ഉണ്ട്. അതിന് രാവിലെ എല്ലാം കഴുകി പശയൊക്കെ മുക്കിയിട്ടേക്കണം, തേച്ചെടുക്കണം. തേച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ ഒരിടത്ത് കൊടുത്ത് കഴുകി അലക്കി തേച്ച് തരുമെന്ന് പറഞ്ഞില്ല. അങ്ങനെ അലക്കി തേച്ചിരിപ്പുണ്ട് സെറ്റ് സാരി കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു അഹങ്കാരം കാണിക്കുന്നത്. രാവിലെ പശ മുക്കിയിട്ടിട്ടുണ്ട്, അതിന് തേക്കണം. മഴയില്ലാതിരുന്നാൽ കൊള്ളായിരുന്നു. മഴയാണെങ്കിൽ ആകെ അലമ്പാവും. വണ്ടിയെ പോകുമ്പോഴാണെങ്കിലും ഓട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാരിയൊക്കെ ഉടഞ്ഞു. നോക്കാം. കഴുകിക്കൊണ്ടുവരാം. ബീൻസ് വെച്ചൊരു ബീൻസ് മസാല ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടില്ല. പൂരിയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞേ ഇതാട്ടോ. ഫോണിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അതങ്ങിടും. ഇന്നലെ ഇന്നൊക്കെ നമ്മുടെ ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞില്ല, എക്സർസൈസ് ചെയ്യുന്നതിനെ പറ്റി ഒത്തിരി പേർക്ക് അറിയത്തില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനല്, നമ്മുടെ ഫാമിലിയൊക്കെ ആദ്യം ആയ സമയം തൊട്ടേ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നേ. കാരണം അവർക്കൊന്നും ഹോസ്പിറ്റലിൽ നിന്നൊന്നും ഇങ്ങനെ എക്സർസൈസിനെ പറ്റി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അവരത് ചെയ്യത്തുമില്ല. ഈ സർജറിയുടെ ഈ സ്റ്റിച്ചൊക്കെ എടുത്ത് കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് സാധാരണ പോലെ കൈ കൊണ്ടുള്ള ജോലികളെല്ലാം ചെയ്ത്, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊച്ചുമക്കളൊക്കെ ഉണ്ടാവും. കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ തൂക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൈ പെട്ടെന്ന് അങ്ങ് നീര് വെക്കും. അങ്ങനെ നീര് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ എന്നോട് അങ്ങനെ കുറേ പേര് ചോദിച്ചായിരുന്നു അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണേ. അവരോടൊന്നും ആരൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അത് കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞിട്ട് മാറത്തുമില്ല. അപ്പൊ അതിന്റെ 2-3 കുറേ ദിവസം കൊണ്ട് ഞാൻ അതിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ 2-3 ദിവസം കൊണ്ട് ആ വീഡിയോ ഒക്കെയാണ് ഷോർട്ട് വീഡിയോ ഇട്ടത്. അതാർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. ഓലിക്കൂട്ടം മെഴുക്കുവരട്ടി വെച്ചാളോന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നോട് പറഞ്ഞു നല്ലപോലെ വെക്കണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന പോലെ ഞാൻ വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇട്ടിട്ട് മുട്ടിനെ എടുക്കാട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് വരേണ്ടി വരും. ലക്ഷ്മി ചേച്ചിയാണ് സ്പെഷ്യൽ. കഴിഞ്ഞ ദിവസം വെള്ളം വാങ്ങിച്ചില്ലേ? കഴിക്കാൻ വല്ലതും മേടിച്ചോ? ഇല്ല. കഴിക്കാനുണ്ടെന്ത്? ചോറും മീൻകറിയും മെഴുക്കോട്ടി വെക്കുക. താമസിച്ചു. മെഴുക്കോർട്ടിയൊക്കെ റെഡിയായി കേട്ടോ. നമ്മുടെ ലക്ഷ്മി ചേച്ചി വിളിച്ചായിരുന്നു. ചേച്ചിക്ക് കീമോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ചേച്ചിക്ക് കീമോയുടേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുക ചേച്ചി. ഫുഡ് കഴിക്കാനൊക്കെ പ്രയാസമാണ്. എന്നിട്ടും പാവം എന്നെ വിളിച്ചു കേട്ടോ. നിങ്ങളിപ്പോൾ സംസാരിച്ചു. അപ്പോൾ മഴയാണ്, അവിടെ നല്ല ചൂടാന്ന് പറഞ്ഞു. പാലക്കാടാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് നല്ല ചൂടാണ്, മഴയൊന്നുമില്ല. ഇവിടെ മഴയോട് മഴ. നമുക്ക് ചോറുണ്ണാം. പുരട്ടിയായി. നമ്മുടെ കാരണവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചോദിച്ചു നോക്കാം. ഇനി വരും കേട്ടോ. എന്റെ കൈ കിട്ടും. ഉണ്ട്. ഇതാട്ടോ ബ്ലൗസ് ബുക്ക് വെക്കാൻ ബുക്ക് ഇരിപ്പില്ലായിരുന്നു. അമ്മയുടെ അടുത്തൊന്ന് 5-6 ബുക്കൊക്കെ എടുത്തോന്നുണ്ട്. അപ്പൊ സൂചേച്ചി എന്നെ ഒരു ട്രിക്ക് പഠിപ്പിച്ചായിരുന്നു. അതേപോലെ ഒന്ന് ബുക്ക് വെച്ച് നോക്കട്ടെ. നൂലില്ലാതെ ബുക്ക് വെക്കാൻ പറ്റും. അപ്പം ഞാനൊന്ന് നോക്കട്ടെ പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നല്ല നൂല് സൂചിയൊക്കെ ഉണ്ട് നമ്മുടെ കയ്യില്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ നോക്കാം. എന്നെ കൊണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ഞാനിതിങ്ങനെ തയ്ക്കാൻ പോകട്ടോ. ഒന്നാമത് എൻ്റെ കയ്യിലിരിക്കുന്ന സൂചിയിലേക്ക് പോലെ നൈസായിട്ടുള്ള സൂചി, അതുകൊണ്ടായിരിക്കും ആ ഹോൾ ഇച്ചിരി ഒന്ന് വലുതായിട്ട് വന്നാലേ ഹുക്ക് കയറത്തുള്ളൂ അതിനകത്തോട്ട്. പരിപാടി ഉണ്ടോയെന്ന് അറിയാം, പക്ഷെ എനിക്കെന്തോ ശരിയായില്ല. നമുക്കിത് ഹുക്ക് അങ്ങ് നൂല് കൊണ്ട് തയ്ച്ചങ്ങോട്ട് പിടിപ്പിക്കും. വേറൊരു സാരി ഉണ്ട്, അത് ഉടുത്തിട്ടില്ല കേട്ടോ. അത് സെറ്റ് സാരി ഒന്നുമല്ല, അല്ലാത്ത സാരി. അതിന്റെ ബ്ലൗസ് സൂചിച്ച് തയ്ച്ചു തന്നിട്ടുണ്ട്. തയ്ച്ച് ഇതുവരെ ഇട്ടില്ല, ഉടുത്തില്ല. കൊച്ചോളോട് ഞാൻ പറഞ്ഞു നാളെ 1-ാം തീയതിയുടേതായിട്ടുള്ള ഒരു പകിട്ടിലൊക്കെ വരണമെന്ന് കേട്ടോ. അപ്പൊ ഇച്ചിരി മുല്ലപ്പൂ മേടിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ കടയുടെ തൊട്ടടുത്ത് തന്നെ ഒരു പൂക്കടയുണ്ടേ. അപ്പൊ അവിടെ പോയി മുല്ലപ്പൂവിന് വില ചോദിച്ചു. ഒരു മുഴം പൂവിന് 70 രൂപ. ഇപ്പൊ മുഴക്കണക്കല്ല എന്ന് പറയുന്നു, പക്ഷെ എന്തായാലും 70 രൂപയാണ്. അതൊരു മീറ്റർ ആണോ എന്തുവാ ഒരു മുഴമാണോ തരത്തില് ഇച്ചിരിയേ ഉള്ളു എന്തുവായാലും കേട്ടോ. പോയി കൊച്ചോട് വാങ്ങിച്ചോണ്ട് വന്നു. പിന്നെ കൊച്ചോക്ക് മുടിയുള്ളതുകൊണ്ട് അവൾക്ക് ഏറെ കൊടുത്തു. എനിക്ക് ഇച്ചിരി മുടിയല്ലേ ഉള്ളു. എനിക്ക് എന്റെ തലയിൽ വെക്കാൻ ഒരു മണത്തിന് മാത്രം ഒരാഗ്രഹത്തിന് മാത്രം ഞാൻ ഇച്ചിരി പൂ അത് വെച്ചിട്ടുണ്ട്. ബാക്കി കൊച്ചോക്ക് വെട്ടാം, അവൾക്ക് വലിയ മുടിയുള്ളത്. മുടികൂടം പറയുന്നത് കൊച്ചോക്ക് മുടിയുള്ളതുകൊണ്ട് നല്ലത്, അമ്മയ്ക്ക് മുടിയില്ലത്. ഞാൻ പറഞ്ഞത് നമുക്ക് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അന്നൊന്നും അങ്ങനെയുള്ള ആഗ്രഹം ഒന്നും തോന്നിയില്ല. ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ളൊരു ചിന്തയില്ലായിരുന്നല്ലോ. നഷ്ടപ്പെടുമെന്നുള്ള നമുക്കൊരു ഊഹം ഉണ്ടായിരുന്നു. നമ്മള് ഉള്ള സമയത്ത് സന്തോഷമായിട്ട് ഒരുങ്ങി മുടി നിറയെ പൂവൊക്കെ വെച്ച് നടന്നേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് എപ്പോഴും പറയത്തില്ലേ, കിട്ടുന്ന സമയം നിങ്ങൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് അത് ഇത് ഓർത്തിരിക്കാതെ ഉള്ളതിൽ സന്തോഷിക്കൂ. ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്
വളരെ വളരെ വലിയൊരു സംഭവമാണ് കേട്ടോ എന്നെ സംബന്ധിച്ച്. 3 പ്രധാനപ്പെട്ട അനുഭവങ്ങൾ, സംഭവ വികാസങ്ങൾ ഉണ്ടായ മാസമാണ്. അപ്പം എന്തോ അതൊക്കെ ഞാൻ പറയാം, എപ്പോഴേലും ഒക്കെ പറയാതിരിക്കത്തില്ല കേട്ടോ. കേട്ടോ, ഞാൻ വരുവാ കഴിക്കാൻ. എന്താണെന്നറിയോ, ടിവിക്കകത്ത് ന്യൂസ് വെക്കാൻ പറയുന്നത് കേട്ടോ. ന്യൂസ് ഞാനാകെ ആ ഒരു 10 മിനിറ്റ് കഴിക്കുന്ന സമയത്താണ് ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് ടി വി വെക്കുന്നത്. അതിപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ടി വി ഒന്ന് വെക്കാം. അപ്പൊ അതിനാ പറയുന്നത്, ഞാൻ കഴിച്ചു കഴിക്കുന്നതിന് മോനിക്കൂട്ടം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ചെല്ലണ്ട കേട്ടോ. ഞാൻ വരുവാ, വേണ്ട, എനിക്ക് ന്യൂസ് കാണണം. നമ്മക്കാന് കഴിഞ്ഞ ദിവസം കാർട്ടൂൺ മാത്രമല്ല ടിവിക്കകത്ത് ന്യൂസ് ഒക്കെ കാണണമെന്ന്. പഠിക്കാനുള്ളതാ. ന്യൂസിനകത്തൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം. ചോറ് വിളമ്പുക. മീൻകറി എവിടെ ഇരിക്കുന്നേ? മീൻകറിയെ ഇവിടെ ഇരിക്കുന്നു, ചമ്മന്തിപ്പൊടി അവിടെ ഇരിക്കുന്നു. ഞാൻ മെഴുകുവരട്ടി വെക്കുന്നത് കുറ്റ വാങ്ങും. മെഴുകുവരട്ടിക്ക് അവിടെ പോയി സോമ്യാമി മെഴുകുവരട്ടി വെക്കുന്നത്, അതാവുന്ന ഇഷ്ടം. കൊച്ചോളിന്റെ അമ്മ മെഴുകുവരട്ടി വെക്കുന്ന ആ മെഴുകുവരട്ടി ഞാൻ വെച്ചു കൊടുക്കണം. ഞാൻ എങ്ങനെ വെക്കും അത്? അയ്യോ, ഓരോരുത്തരും പാചകം ഓരോരുത്തരുടെയും കൈപ്പുണ്യം അനുസരിച്ച് രുചി വ്യത്യാസം വരും. അവിടെ നിന്ന് പഠിച്ചു. അപ്പൂപ്പൻ എപ്പോഴും പറയുമല്ലോ, ഇനി വാ നിന്നെ അവിടെ സ്കൂളിൽ ചേർക്കാവുന്നു. നീ പോ. എന്താ ഞാൻ എന്നാ എന്റെ മുത്തിന്റെ കൂടെ പോകും. നീ എന്നെ ഇട്ടിട്ട് പോവാണെങ്കിൽ ഞാൻ എന്റെ മുത്തിന്റെ കൂടെ പോവാൻ. എന്നോട് എപ്പോഴും പറയാം ഞാൻ പോവാൻ വേണ്ടി. ഞാനോട് പോയായിരുന്നു. എനിക്ക് എളുപ്പം ബുക്ക് വെക്കട്ടെ. ബുക്ക് വെച്ചിട്ട് ചെല്ലട്ടെ. അവൻ കഴിച്ചു കഴിഞ്ഞതിന് മുമ്പ്, അല്ലെങ്കിൽ എനിക്ക് പായിട്ട് അലക്കേണ്ടി വരും. ന്യൂസ് വെക്കാൻ കഴിഞ്ഞു. വലിച്ചു ഈ താഴ്വശം എനിക്ക് എപ്പോഴും ലൂസ് ആയിരിക്കും. അത് ഞാൻ ഇങ്ങനെ പിടിച്ചു കൂട്ടണം. അത് നമുക്ക് നാളെ സെറ്റ് കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. ആ ശരി. ഓ സന്തോഷമായി. മിടുക്കോർത്ത് ഇഷ്ടപ്പെട്ട്. കുക്കാട്ടോ ബാക്കിയുള്ളതിനകത്ത് നൂലുപാട്ടേ വേറെ ഒരെണ്ണമുണ്ട്, എടുക്കാത്ത പുതിയ നൂലുകളെല്ലാം കൂടെ ഉള്ള ഒരെണ്ണം. അത് മെഷീൻ്റെ കൂടെ കിട്ടിയതാട്ടോ. അതിനകത്ത് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി അത്താഴം വിളമ്പാം. അധികം കറികളൊന്നുമില്ല, കുഞ്ഞത്താഴം കേട്ടോ. എന്നാലും അത്താഴം വിളമ്പുന്നത് കാണാനും ഒക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. പാചകം കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്. മറ്റു വിശേഷങ്ങളൊക്കെ പറയുന്നതിനേക്കാളും പാചകവും അത്താഴവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം പോലും മിസ്സാക്കാതെ കുഞ്ഞ് 10 മിനിറ്റത്തെ വീഡിയോ ആണെങ്കിലും അത്താഴം വിളമ്പുന്നത് ഞാൻ കാണിച്ചിരിക്കും. ചോറ് വിളമ്പ. ചോറും മിക്കോരട്ടിയും മീൻകറി, കിളിമീൻകറി. ഇന്നലെ വൈകിട്ട് നമ്മൾ കിളിമീൻകറി ആയിരുന്നു. അത് തന്നെ കേട്ടോ. പിന്നെ ഇന്ന് ഒഴിച്ചുകൂട്ടാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി മീൻചാറ് ചോറിനകത്ത് കിടക്കട്ടെ. ഞാൻ മുളക് ചമ്മന്തി ഉണ്ടായിരുന്നല്ലോ, അതാട്ടോ. കളയാൻ മനസ്സില്ലായിരുന്നു, അതുകൊണ്ട് അതുകൂടെ എടുത്തു. അതിന്റെ കുറച്ച് പുളിയും ഉപ്പും എല്ലാം കൂടെ ഉണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചോറിനകത്ത്. നല്ല എരിയായിരിക്കും ഇന്ന്.
നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് കേട്ടോ. ചമ്മന്തിപ്പൊടി ഒന്നും എടുക്കുന്നില്ല, കാരണം ഇന്ന് എരി പുളി എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ പതിവ് പോലെ പ്രിയങ്ങളോട് സ്നേഹം അറിയിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ, ബൈ. മിൽക്കോർട്ടി ഇഷ്ടപ്പെട്ടോ തമ്പ്രാനെ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. വേണോ ചോറിനി? ചോറ് വേണോ ഇനി? എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.